ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും എന്തായാലും ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കും എന്താ പറയുക, എക്സാമെല്ലാം കഴിഞ്ഞ് ആ ഒരു സ്കൂളിലെ ഓണാഘോഷ പരിപാടി അങ്ങനത്തതൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. കുട്ടികളും പാരൻസും എല്ലാവരും അല്ലേ. ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലല്ലെങ്കിൽ ഒരു രീതിയിൽ ഓണാഘോഷ പരിപാടികളും മൊത്തത്തിൽ തിരക്കായിട്ട് ഇരിക്കുന്നൊരു സമയമാണില്ലേ ഇത്. ഇപ്പോൾ സന്തോഷവും അതുപോലെ തന്നെ നല്ല തിരക്കിലൂടെയാണ് എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. റഫീഖാക്കും അതുപോലെ തന്നെ സ്റ്റേഷനിൽ ഓണപരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കും അതുപോലത്തെ ഒന്ന് രണ്ട് പരിപാടികൾ എനിക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു രാവിലെ തുടങ്ങുന്നത് നല്ല ഹെൽത്തി ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാം, ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ഞാനത് വീണ്ടും നല്ല പൂർവാധികം ശക്തിയോട് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം കുറച്ച് ഐറ്റംസൊക്കെ ഞാനൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, ഒരു 5, അതായത് ഒരാൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് 2 ആൾക്കും കൂടെ ഉള്ളത്. ഞാൻ ഒരാളളവ് പറയാം. 5 ബദാം, 5 കാഷ്യൂനട്ട്, 5 പിസ്ത ഉണ്ടെങ്കിൽ കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഷെല്ല് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ ഒരു 2 ഈത്തപ്പഴം, പിന്നെ അത്തിപ്പഴമല്ലേ, അത് ഒരെണ്ണം മതിയാവും. പിന്നെ കറുത്ത മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, അത് നന്നായിട്ട് കഴുകണേ, ക്ലീൻ ചെയ്തത് കേട്ടോ. അതും ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അതാണ് ഇപ്പം ഞാൻ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരക്കാൻ വേണ്ടി പോകുന്നത്. തിളപ്പിച്ചാറിയ വെള്ളത്തിലാണല്ലോ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കുക. കാരണം എനിക്ക് രാവിലെ തന്നെ ഈ തണുത്തത് അങ്ങനത്തത് കുടിക്കാൻ പറ്റില്ല കേട്ടോ. ചൂടുള്ളത് തന്നെ കുടിക്കാൻ പറ്റുള്ളൂ. കഴിക്കാനും കുടിക്കാനും അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ, ജ്യൂസ് ആക്കിയിട്ടെടുക്കട്ടെ. ഓവർ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, അത് അരയാനുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ളതല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കയ്യിലുള്ളതിന് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഇത് കുടിക്കുമ്പോൾ അല്ലേ നല്ലൊരു ആ ഒരു എണീറ്റ് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടാവില്ലേ, അത് അവിടെ നിൽക്കും കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് വെള്ളം കുടിക്കും, പിന്നെയാണ് കേട്ടോ ഇത് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചായയിലേക്കും കാപ്പിയിലേക്കും പോകില്ല. ഞങ്ങൾ രണ്ടാളോട്ടോ കുടിക്കുന്നത്. വാവക്ക് എന്തായാലും കാപ്പിയോ ചായയോ എന്തെങ്കിലും ബേക്കറി ഐറ്റംസും വേണം കേട്ടോ. റസ്കോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും. ഇതൊന്നും ശരിയാവില്ല. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9 മണി വരേക്കും നമുക്ക് വിശക്കൂല കേട്ടോ. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഒരു 8 മണി എന്തായാലും നമുക്കൊരു വിശന്നിട്ട് നമ്മൾ കഴിക്കാൻ പോകില്ലേ, അതുണ്ടാവില്ല. പിന്നെ നമുക്ക് ആ ഒരു ദിവസം എന്താ പറയുക, കഴിക്കാനുള്ള നല്ലൊരു ഹെൽത്തി സംഭവം കഴിച്ചു എന്നുള്ളൊരു ഫീലിംഗ് കൂടെ നമ്മൾ മൈൻഡിന് വരും കേട്ടോ. മൈൻഡിന് വരുന്നല്ല, സത്യമാണ്. പക്ഷെ നമ്മൾ മൈൻഡിനും ഭയങ്കര ഒരു സുഖമായിരിക്കും. ഞാനിത് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഞാനതൊക്കെ ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ചൂടുവെള്ളം ബാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്. നിങ്ങൾക്ക് തണുത്തത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളത്തിൽ തന്നെ അടിച്ചെടുത്താൽ, സാധാ വെള്ളം കേട്ടോ, തണുപ്പിച്ച വെള്ളം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ റഫീക്ക പുറത്ത് പോകാൻ നിൽക്കുക. ഒരു മരണം ഉണ്ട് കേട്ടോ, നമ്മളെ ഇവിടെയല്ല കുറച്ചപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇത് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. റഫീക്ക് പോയി. അപ്പം ഞാനിതാ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ആക്കാനുണ്ട്. റഫീഖക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് വേഗം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറിലാണല്ലോ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ വേഗം അരി അങ്ങോട്ട് കേട്ടോ. നമ്മൾ വേറെ ഉള്ളതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്നും ആലോചിക്കാനുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചോറിന് അരി ഇടുക എന്നുള്ളത്. അതും പിന്നെ എന്തുണ്ടെങ്കിലും, അതായത് ഉപ്പേരി ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിലും ചിക്കൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു ചെറുപയറോ വൻപയറോ കടലയോ ഇതെന്തെങ്കിലും ഒന്നും ഇങ്ങനെ മസാല പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ തോരൻ പോലെയോ ആക്കിയിട്ട് കൊടുക്കും, ഉപ്പേരി പോലെ
തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ആ ഒരു റിച്ച് ആയിട്ടുള്ള ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് അതും ഈ ഒരു സമയത്ത് ഞാൻ ഒരു കുക്കറിൽ അരി ഇടും, ഒരു കുക്കറിൽ കടലയോ ചെറുപയറോ അങ്ങനെ അതും കൂടെ ഇടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കണം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോവട്ടെ, എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ കുക്കർ പൊട്ടിയിട്ടുള്ള അപകടങ്ങൾ ഭയങ്കരമല്ല. എനിക്ക് ഈ കുക്കർ എടുക്കുമ്പോഴൊക്കെ അതാണ് കേട്ടോ ഓർമ്മ ആവുക. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴും, പ്രത്യേകിച്ച് ഈ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, അരി, ചോറ് ഇതൊക്കെ വെക്കുമ്പോഴാണേ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കറിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറൊക്കെ വിസിൽ അടിച്ചിട്ട് അവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു പെരട്ട്, നല്ലൊരു റിച്ച് പെരട്ട് കേട്ടോ, എന്നാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചിക്കന് ഞാൻ രാത്രിയിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകി ചെറുതായിട്ട് ഒന്നും കൂടെ കട്ടാക്കിയിട്ട് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അത് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-3.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ആ ചിക്കനിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ ആ എണ്ണയിലും ചിക്കനിലും കൂടെ കിടന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എനിക്ക് ഭയങ്കര റിലാക്സിങ്ങാണ്. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഇരുന്നിട്ട് വെള്ളം കുടിക്കാനോ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. ജ്യൂസ് പോയിട്ട് വെള്ളം കുടിക്കാൻ പോലും നമുക്ക് കിച്ചണിൽ വരുമ്പോൾ ടൈം കിട്ടില്ല. എനിക്ക് കുട്ടികളൊന്നും വിടാനില്ലെങ്കിലും റഫീഖയ്ക്ക് ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും കിച്ചണിൽ തിരക്ക് തന്നെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. 2 മീഡിയം സൈസുള്ള സവാള, ഒരു തക്കാളി, പിന്നെ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ. അതും കൂടെ ഇട്ട് കൊടുത്തു. 1 മിനിറ്റ് ഒന്ന് നമ്മൾ ആ മസാല ഇട്ടിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്തു. എന്നിട്ട് ഉള്ളി, തക്കാളി ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു മാക്സിമം 20 മിനിറ്റ്, 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 1-2 കാര്യം കൂടെ ചെയ്യാനുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇനി ഇതിന് നോക്കേണ്ട കാര്യമില്ല. ഞാൻ 1 മിനിറ്റിന് ശേഷം ഇത് കണ്ട വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, ഇടയ്ക്കൊന്ന് പോയിട്ടൊന്ന് അടുക്കി പിടിക്കുകയോ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് അത് ഞാൻ അവിടെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ചോറും ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് എയർ പോയി കഴിഞ്ഞാൽ അതൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ മുറ്റത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എന്താ പറയുക, ഒരു മഴ ചാറിയും കൊണ്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുറ്റടിക്കാനുണ്ടോ എന്താ സ്ഥിതി ഒന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ രാവിലത്തെ ആ ഒരു വൈബിൽ നല്ല രസമുണ്ട് കേട്ടോ. ചെടികൾ കാണാൻ വേണ്ടിയിട്ട്, എല്ലാ ചെടികളും പ്രത്യേകിച്ച് ആന്തൂറിയം ഇങ്ങനെ ഫ്ലവർ ഇട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ഒരു സൂര്യപ്രകാശത്തിലും നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വലുതായിട്ട് അടിച്ചു വാരാനില്ല, എന്നാലും അവിടെ കുറച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മഴ നന്നായിട്ട് പെയ്യുന്നതിന് മുമ്പ് അതൊന്ന് അടിച്ചു വാരിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടില്ല, എനിക്കിതിനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒരേ സമയം തന്നെ എനിക്ക് റഫീഖ് പോകുന്നതിൻ്റെ അതോടുകൂടി തന്നെ എൻ്റെ പണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട്. അത് ചെറുതായിട്ട് കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് പറ്റുന്നത്. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ രാവിലെയാണ് കുളിക്കാറ്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ രാവിലെ കുളിക്കുന്നത് എന്തുകൊണ്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മടിയാണ്. പിന്നെ അതങ്ങനെ നീട്ടി നമ്മൾ ഉച്ചവരെ എത്തിക്കും, വെറുതെ ഒരു കാര്യമില്ലാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കിട്ടില്ല.
എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പെൻഡിങ്ങായി മടിച്ച് പിന്നെ വലിയൊരു മടിയാവും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഉഷാറിലങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കൂട്ടോ. ഒന്നിനൊന്നിനിങ്ങനെ കണക്റ്റാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തു പോയിക്കോളും. ഇന്നലെ ഞാൻ ചിക്കൻ രാവിലത്തെ കറിയിലേക്കുള്ള, അതായത് നമുക്ക് ലഞ്ചിലേക്കും ആ ഒരു കറി തന്നെയാണ്, അതായത് ആ ഒരു പെരട്ട് ഉണ്ടാക്കുന്നില്ലേ, അത് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. റഫീഖാന് കുക്ക് കൊണ്ടുപോകാൻ അത് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് വേറെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചിക്കൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ആ പയർ വർഗ്ഗം ഉണ്ടാക്കുന്നില്ല. കൈപ്പക്കല്ലേ, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ. അപ്പം അത് തോരൻ ഉണ്ടാക്കണം, ചോറ് വാർക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൂരിയാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി പൂരിയാണ്, നിങ്ങൾക്ക് അറിയോ നിനക്കറിയില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കണം. അത്രയാണ് കേട്ടോ നമ്മളെ പണികൾ. ഒന്നിങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പോയിക്കോളും. അപ്പോൾ എല്ലാം ഭയങ്കര ടാസ്ക്കാക്കി നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കത് ഹെവി ആയിട്ട് മാറുന്നത്. രാവിലെ തൊട്ട് നമുക്ക് ഭയങ്കര പണിയാവും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യൂല, അങ്ങനെ. അപ്പോൾ ഇതെന്താണെന്നറിയോ, എൻ്റെ കിച്ചണിലുള്ള മണി പ്ലാന്റ് ഇല്ലേ, അത് കുറച്ചൊന്ന് മോശമായിട്ടുണ്ട്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, മുകളിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നില്ലേ, താഴത്തേക്ക് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് കിടക്കുന്നില്ലേ. അതെന്താണെന്ന് വെച്ചാൽ താഴത്തേക്കുള്ളത് ഇപ്പോൾ കുറച്ചായി കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട്, എന്നിട്ട് പുതിയ പ്ലാന്റ് നടാനായി. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനിത് പുറത്തിറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ലാക്കിയിട്ട് പുതിയ മണി പ്ലാന്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ പിടിക്കുകയാണെങ്കിൽ താഴെ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് കിച്ചണിൽ പ്ലാന്റ് ഉണ്ടാവുമല്ലോ. അതിങ്ങനെ കാലിയായിട്ട് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ പോട്ട് വേണം, എന്നിട്ട് ഇതിന് പകരം വേറെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വളർന്നുകൊണ്ട് ഇനി താഴത്തതില്ലേ ആ ലെങ്തി ആയിട്ടുള്ളത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇനി അത് മറ്റേതില്ലേ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ അത് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വളർന്ന് ഇറങ്ങി വന്നോളും. അതിങ്ങനെ അവിടെ കിടക്കുന്നതുകൊണ്ടില്ലേ ഈ എന്താ പറയുക, രണ്ടാമത് ഞാൻ വെച്ചത് ഇങ്ങനെ ബുഷിയായിട്ട് മേലെ നിൽക്കുന്നത് അത് താഴത്തേക്ക് വരുന്നില്ല, ഒരു ഉഷാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ അതങ്ങ് വന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതിന് താഴോട്ടേക്ക് വന്ന് പഴയതുപോലെ തന്നെ സെറ്റായിട്ട് വന്നോളും. മാത്രമല്ല ചെറുതായിട്ടിങ്ങനെ ചായ അങ്ങനത്തെ ആ ഒരു വെള്ളപ്പൊടിയില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ കൊള്ളട്ടെ, ഒരാഴ്ച ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ലീഫൊക്കെ ഒന്ന് കഴുകി ഒന്ന് നനച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളകത്ത് വെക്കുന്ന മണി പ്ലാന്റിലൊന്നും ഒരു വളവും ചെയ്യാറില്ല കേട്ടോ. മണ്ണും മണലും കുറച്ച് ചണ്ടി എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ആ ഒരു മിക്സിങ്ങാണ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വളം ഒഴിക്കുക, ചാണകം ഒഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം നമുക്കത് ഓവർ വളർന്ന് പന്തലിച്ച് വരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ വന്നാൽ മതി, തിരക്കൊന്നുമില്ല. കാരണം പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യലില്ല കേട്ടോ. പിന്നെ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചു. അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇതപ്പോൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി കയ്പക്ക ഉപ്പേരി വെക്കാനാട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ ഉള്ളൂ. കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് എന്താ പറയുക, ഒരു 3-4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത്, കറിവേപ്പില, ഇഞ്ചി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാട്ടോ. ഒരു ചെറിയ കഷ്ണം, ഞാനൊരു ചെറിയ സവാള, ഇഞ്ചി ഇപ്പം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇഞ്ചീൻ്റെ ഫ്ലേവർ അത്ര കണ്ട് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അധികം എണ്ണത്തിനും നല്ലതാണ്, പക്ഷേ എന്തോ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പം ഞാൻ ചേർക്കൽ വളരെ കുറവായിരിക്കും കേട്ടോ. ചേർത്താൽ നല്ലതാണ്. അത് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, 1 മിനിറ്റ് മാത്രം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. കാര്യം ആ കൈപ്പക്കേൻ്റെ കൂടെ തന്നെ നമ്മളെ സവാളയും വെന്ത് വന്നോളും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും നല്ല തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കൈപ്പൊക്കെ കട്ട് ചെയ്തില്ലേ, ക്ലീൻ ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ തന്നെ ഞാൻ കോവക്കയും ചെയ്യാറുണ്ട് കേട്ടോ, ഇതേ രീതിയിൽ തന്നെ. എനിക്ക് കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, പിന്നെ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിന് രണ്ടിലേക്കും തൊടിയിക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു അടപ്പിൽ നിന്ന് വരുന്ന ആ ഒരു ഈർപ്പുണ്ടാവില്ലേ, അതിൽ തന്നെ അതിങ്ങനെ വെന്ത് വരണം. ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, ഇളക്കിയിടുക, പിന്നെ അടച്ചു വെക്കുക. അങ്ങനെ ആ ഒരു ആവിയിൽ വെന്ത് വരുന്ന ഇതിന് ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ കൈപ്പക്കയും
കോവയ്ക്കൊക്കെ അങ്ങനെ തന്നെ ഞാൻ ആക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം തളിച്ച് വെക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം കേട്ടോ അതിന്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ടേ. നമ്മൾ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പൂരി ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് നിറച്ച് മൈദപ്പൊടി എടുത്തു. പിന്നെ ഒരു 1/4 ഗ്ലാസ്, 1 ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഞാനൊരു 1/4 ഗ്ലാസോളം, സെയിം ഗ്ലാസ്സിന് 1/4 ഗ്ലാസോളം ചോറ്, ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടേ, ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്തു. 1/4 ഗ്ലാസ് 1 ഗ്ലാസ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടിന് പൊടിക്കൂലേ, ചിലർക്ക് ഇതുപോലെ പുട്ടിന് പത്തിരിപ്പൊടിയും ചോറും വെച്ചിട്ട് പൊടിക്കൂലേ, അതുപോലെ മിക്സീൻ്റെ ജാറിൽ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ടിട്ട് ഒരു 3 തവണ ഇടാനുണ്ടാവും. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മാവ് പോലെ ആക്കണ്ട, ഞാൻ കാണിച്ചതാ പുട്ടുപൊടി പോലെ തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ, അറിയാലോ അങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇനി ഇത് ആ പുട്ടുപൊടി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അത് ഉരുണ്ട് വരില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം, നമുക്ക് കുഴച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട, കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക, ഇപ്പം തന്നെ ആക്കി കൊടുക്കണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് ഈ പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒരുപാടൊന്നും കുഴക്കാനില്ലതാ. ഇപ്പം തന്നെ ഇത് മാവ് ആ ഒരു ഡോ പരുവത്തിലായി വരുന്നുണ്ട്. ഇത് ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഫ്ലോപ്പായിട്ടൊന്നും പോവില്ല. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതി. നിങ്ങളൊരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ ഒക്കെ ചോറ് എടുക്കുക, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അതാ ഞാൻ എല്ലാം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബാക്കിയെല്ലാം നിങ്ങൾ ഇനി പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഒരു മാവാണ് നമുക്കിതുപോലെ കിട്ടുക. പക്ഷേ നമുക്കിങ്ങനെ കടിച്ച് പറിക്കാത്ത നല്ല പൂരിയാട്ടോ കിട്ടുക. അല്ലാത്തത് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പൂരി കിട്ടുക, നന്നായിട്ട് പൊള്ളി വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് നമുക്ക് എണ്ണച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അത് ചോറിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാട്ടോ. അല്ല ഇതിലേക്ക് ഇച്ചിരി ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രേവി ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 തവി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളൊരു പാർട്ടിയിലൊക്കെ നമുക്ക് ഒരു ഗീ റൈസ്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ഒരു ചിക്കൻ ഡിഷാണ് കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് കൂടിയിട്ട് ഇതിനൊരു വേറെ തന്നെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം മല്ലിയിലേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ആർഭാടാവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ ഈ ഒരു പെരട്ടിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കിയിട്ടെടുത്തോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം. അപ്പോൾ പൂരി നെയ്പ്പത്തിരിയൊക്കെ ആകുമ്പോൾ നമ്മൾ കറി എന്താണോ അതിൻ്റെ സൈഡായിട്ട് കൂട്ടുന്നത് അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ നല്ല ചൂടോടെ നമുക്കിരുന്ന് കഴിക്കാൻ അടിപൊളിയാണ്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഓരോ പൂരി ഞാൻ ഇതിലാട്ടോ പരത്തിയെടുത്ത പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയിട്ട് നമ്മൾ പൂരിക്ക് പരത്തൂലേ അതന്നെ ആ ഒരു തിക്നെസ്സിൽ പരത്തിയിട്ടെടുക്കുക. പരത്താനും കുഴക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൂരി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഫ്ലോപ്പായിട്ട് പോകില്ല, ഒരു വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇതാ പൊള്ളി വരുമോ അങ്ങനത്തെ ഒന്നും എണ്ണ കുടിക്കുകയേ ഇല്ല കേട്ടോ. ചോറാന്ന് വിചാരിച്ചിട്ട് എണ്ണ കുടിക്കുന്നൊന്നും വിചാരിക്കേണ്ട, എണ്ണ കുടിക്കൊന്നുമില്ല. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. നമുക്കിതിൽ മൈദ മാത്രമേ വേവാനുള്ളൂ, മൈദ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും, ചോറ് ഓൾറെഡി വെന്തതുമാണ്. അപ്പോൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് കൊരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് റഫീക്ക നെയ്പ്പത്തിരിയോ പൂരിയോ ഉണ്ടാക്കോ, ചിക്കൻ പുറത്തെടുത്ത് വെച്ച് കണ്ടപ്പോഴേ ഉണ്ടാക്കോ അതാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ അത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് കറക്റ്റ് കഴിക്കാനുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഇടയ്ക്ക് പൂരി നെയ്പ്പത്തിരി ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും, എപ്പോഴും അല്ല വല്ലപ്പോഴും അതിൻ്റെ അളവ് അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. കുറേ കഴിക്കാതെ പൂരിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അത്ര ഉണ്ടാക്കണ്ട, കുറച്ച് നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളത് എനിക്കല്ല പറയാം, ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം അത്ര മതി. പിന്നെ പേടിക്കണ്ട, ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല. നമുക്ക് ആ പൂരിയൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു മയക്കം വരുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ പൂരി നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതെനിക്ക് പറഞ്ഞു തന്നതേ
നമ്മളെ റഫീഖാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇതന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കട്ട് ചെയ്യുമ്പോൾ നോക്കി നോക്ക് കേട്ടോ, നന്നായിട്ട് പൊള്ളി വരും. എണ്ണയൊന്നും കുടിക്കൂല. ഉൾഭാഗമൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ചിലതിങ്ങനെ പറിച്ചെടുക്കേണ്ട പൂരിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഏത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലും സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. സക്സസ് ആയാലും സന്തോഷം, നിങ്ങൾ ഉണ്ടാക്കി റെഡി ആയിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നതാണല്ലോ. ഫ്ലോപ്പായി കഴിഞ്ഞാൽ നമുക്കത് എന്താണ് കാരണം എന്ന് പറഞ്ഞു തരാൻ അത് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞു തരാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ റഫീഖാക്ക് കൊടുത്തു. അപ്പോൾ ഇതാ റഫീഖ കഴിക്കുന്ന സമയത്ത് ഞാൻ റഫീഖയ്ക്ക് ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ അരി ഭക്ഷണം ഒഴിവാക്കി വെയിറ്റ് കുറക്കുക അതൊന്നും ഉദ്ദേശമില്ല കേട്ടോ. ഞാൻ അരി ഭക്ഷണം ഒഴിവാക്കിയാൽ തന്നെ വേഗം വെയിറ്റ് കുറയും, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, ഒരുപാട് എല്ലാ ടൈമും അരി ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരു സമാധാനവും ഉണ്ടാവും കേട്ടോ ശരീരത്തിന്. അപ്പോൾ അതാ ഒരു പഴമാണ് ഞാൻ എടുക്കാറ്. ഇത് നല്ല വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. പിന്നെ 2 എഗ്ഗ്. ഇതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളവും. റെയിൻകോട്ടോ, കാലാവസ്ഥ നല്ല ചേഞ്ചായി കേട്ടോ. എന്താ പറയുക, അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറിയതിന് ശേഷം നല്ല മഴ പെയ്തു. ഭയങ്കര മഴയല്ല, പക്ഷേ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ റഫീഖ പിന്നെ ഇറങ്ങിയിട്ട് നല്ലോണം ഇറങ്ങിയതാട്ടോ. എന്താ പറയുക, കോട്ടൊന്നും ഇടാണ്ട് ഇറങ്ങിയതാണ് ബൈക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്ത്. അങ്ങനെ പിന്നെ തിരിച്ച് കയറിയിട്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ പോകുന്നത്. ഇറങ്ങാൻ നേരത്ത് മഴ പെയ്യുമ്പോൾ ഭയങ്കര മടിയാട്ടോ. എന്നിട്ട് എന്നോട് പറയും മഴ വരുന്നുണ്ടോ നോക്ക്, പെയ്യുന്നുണ്ടോ നോക്കുന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ വന്ന് നോക്കിയപ്പോൾ മഴേൻ്റെ ഇതൊന്നുമില്ല. പക്ഷെ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, എനിക്കിന്ന് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് പണിയും കൂടെ ഉണ്ട് അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ വേഗം തീർക്കട്ടെ. ഇതിപ്പോൾ ഇതാ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സമയം 1 മണിയൊക്കെ ആവാനായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. ഞാൻ ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ. ഒരു ചെറിയ ഓണാഘോഷ പരിപാടി ഉണ്ട്, ഞാൻ വഴിയേ പറയാം. അപ്പോൾ വേഗം മാറ്റി റെഡിയായി നിൽക്കട്ടെ. റഫീഖ വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ മാറ്റി ഒരു 1/2 മണിക്കൂറോളം നിന്നിട്ടുണ്ടാവും കേട്ടോ. കുറേ സമയം ഇവിടെ ഇരുന്നു, കാരണം വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ വിളിച്ചപ്പോൾ വണ്ടി ഇല്ല, ഒറ്റ വണ്ടി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. റഫീഖ് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇവരുടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെ ഈ നമ്മുടെ മുണ്ടേരിയിൽ ബഡ് സ്കൂളിൽ മെൻ്റലി ഡിസേബിൾഡായ കുട്ടികൾക്ക് ഓണസദ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ, റഫീഖാൻ്റെ ഒക്കെ ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ വകയായിട്ട്. അപ്പോൾ അങ്ങോട്ടാട്ടോ ഞാൻ പോകുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കും കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ, മത്സരവും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കുറച്ച് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇപ്പോൾ ഇതാ ഇനി അവർ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അവരുടെ സന്തോഷം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടാ. ശരിക്കും അവർ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. കളിക്കാനൊന്നും ഒരു മടിയില്ലാതെ നല്ല ഉഷാറായിട്ട് നമ്മളെയും വിളിക്കുന്നുണ്ട് അവരുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ കേട്ടോ. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ, ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ പറയുക, അങ്ങനത്തെ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. നോർമൽ കുട്ടികളെ പോലെ തന്നെ ഒരു കുഴപ്പമില്ല എന്നല്ല, പക്ഷേ ഭയങ്കര ഉഷാറായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് അവരെ നമ്മൾ വീട്ടിലിട്ടിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ ഇത്രയും ആക്റ്റീവ് ആവണം എന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് അവർക്ക്, അങ്ങനെ അവിടെ അവർ ഡെയിലി വരുന്നുണ്ട്, അവരെ നോക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കുറച്ചുകൂടെ അവർ മെൻ്റലി ഒന്നും കൂടെ ഒന്ന് ഉഷാറാവും.
ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അവർക്ക് അറിയാൻ പറ്റുക ചെയ്യുക. ഓരോരോ അവർക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ അവർ ഡെയിലി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അവർ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് വരും. അത് നമുക്കിവിടെ ഓരോ കുട്ടികളുടെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ടായിട്ടാ. അവരും കുട്ടികളും അവരുടെ പാരൻസും ഉണ്ടായിരുന്നു ഏറെക്കുറെയൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടീച്ചേഴ്സ് മെയിനായിട്ട് പറയേണ്ടതാണ്. പാരൻസിനെ നമുക്ക് പറയണ്ട, അത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളാണ്, അവർ നോക്കും, അവർ നോക്കണം, അങ്ങനെയല്ലേ. പക്ഷെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു 3-4 ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അവർ ഭയങ്കരമായിട്ട് അവരുടെ പാരൻസ് പക്ഷേ ഇവിടെ ഉണ്ട്, പക്ഷെ അവരതൊന്നും നോക്കുന്നില്ല. അവർ നമ്മളെ ഈ കുട്ടികൾക്ക് ചോറ് വെച്ച് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്നൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെയാണ് ഇവരും. പിന്നെ കഴിക്കുമ്പോൾ തന്നെ മേലെല്ലാം ആക്കും, മുഖത്താക്കും, ഡ്രസ്സിലാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ടീച്ചേഴ്സ് ഇത് കണ്ടോ, ടീച്ചേഴ്സ് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക കേട്ടോ. ചോറ് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിങ്ങനെ കുഴച്ചിങ്ങനെ ഒരുമിച്ച് കൊടുക്കുക. എന്നിട്ട് അവരത് കഴിക്കുക. കഴിക്കാത്ത കുട്ടികൾക്ക് വാരി വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടീച്ചേഴ്സ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും നമുക്ക് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു എന്താ പറയുക, ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ശരിക്കും ഈ ടീച്ചേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നമ്മളും അവരുടെ കൂടെ അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. വയനാട് ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ എന്താ പറയുക, ഈ ഒരു പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിന് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. അവർ നടത്തുന്ന കുറേ പരിപാടികളിൽ ഒന്നാണത് ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞോ? കഴിഞ്ഞാ അഡ്രസ് വെച്ച് കറക്റ്റ് അല്ലേ? വയലറ്റ് ബിരിയാണി പോട്ടല്ലേ ഇത് അല്ലേ? 8 ലിറ്റർ. ഇനി കുക്കറിൻ്റെ റേറ്റ് ഇവിടെ 3,290. ബിരിയാണി പോട്ട് എന്താണ് റേറ്റ് ഇവിടെ? 3,999. ഇതിൻ്റെതോ 3,999. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരയച്ച് തന്ന ചെറിയ വീഡിയോ ക്ലിപ്പുകളാണ് കേട്ടോ. ഞാനിപ്പോൾ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തതാണ്. ഇതിൽ ഞാൻ ഒരാളെ, എല്ലാവരെയും എന്താ പറയുക, ഞാൻ ഒരാളായിട്ട് പറയല്ല, പക്ഷെ ഒരാളെ ഞാൻ വിളിച്ച സമയത്തെ നിങ്ങളെ അവരുടെ പിൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ല അഡ്രസ്സിൽ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അപ്പോൾ അവർ പറയുണ്ടായി ഗിഫ്റ്റിനെ കുറിച്ചൊന്നും അല്ല അവർ പറയുന്നത്. എൻ്റെ കാര്യങ്ങൾ ചോദിക്കുക, വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ ചോദിക്കുക, വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഗിഫ്റ്റിലൊന്നുമല്ല ജംഷി എനിക്ക് എന്താ പറയുക, ജംഷി കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഭയങ്കര സന്തോഷമായത്. ജംഷി വിളിക്കുകയായിരിക്കും, എനിക്ക് സംസാരിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. റഫീക്ക ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു സമയത്താണ് ഞാനിത്
കൊടുത്തു വിടുന്നുണ്ടായിരുന്നേ. ആ ഒരു തിരക്കിലായിരുന്നു. എന്നിട്ടും എന്താ പറയുക, കുറച്ച് സമയം എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഭയങ്കര സന്തോഷമായി. ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ച കൈകളിലേക്ക് തന്നെയാണ് ഇത് എത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.